ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലെ ട്രെൻഡായിട്ടുള്ള ആണുങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ. ഇവർക്ക് ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിഞ്ഞിട്ട് വരാം. അന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സംഭവമാണ്. ഇപ്പം ബസ്സിൽ കയറാനൊക്കെ ഒരു പേടിയുണ്ട്. എന്നാലും പെണ്ണുങ്ങൾ എങ്ങനെ നമ്മളോട് പ്രതികരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ കയറുമായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ചില പേടികളുണ്ട്. ക്യാമറ എടുക്കുമ്പോൾ തന്നെ പേടി. അവരിങ്ങനെ വെച്ചൊരു പോസ് ഉണ്ടല്ലോ സൈഡ് ഇങ്ങനെ വെച്ചിട്ട് നശിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണെങ്കിൽ നമുക്ക് എന്ത് നിയമ നടപടി, നമുക്കെതിരെയായ നിയമ നടപടികൾ എടുത്തുള്ളൂ. അവരൊക്കെ സേഫ് അല്ലേ? നമ്മൾ പാവപ്പെട്ട നമ്മൾ ആണുങ്ങളുടെ സീറ്റിൽ പെണ്ണുങ്ങളൊന്നും ഇരിക്കരുത്. അത്രേ ഉള്ളൂ. പെണ്ണുങ്ങളുടെ സീറ്റ് ഫ്രണ്ടിലോട്ടുണ്ട്, അവിടെ പോയി ഇരിക്കുക. അവിടെ ബോയ്സ് വരുന്നുണ്ട്, നമ്മൾ ആരും വരുന്നില്ലല്ലോ. നമ്മുടെ സീറ്റിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പറ്റുവാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയില്ല. പ്രശ്നം ഇങ്ങോട്ടും പ്രശ്നം, തൊട്ടാലും പ്രശ്നം. ഇതെന്തൊരു അവസ്ഥയാണോ? മക്കളെ ജീവനം കൊണ്ട് ഓടിക്കോ, ബസ്സിലൊന്നും കയറാതിരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഈ ട്രെൻഡിനോട് ഒപ്പമാണ് നിൽക്കുന്നത്. എനിക്ക് ആ ട്രെൻഡ് വളരെ ഇഷ്ടമായി. ഞാൻ ബൈക്കിലൊക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കണ്ട റൈഡിങ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നിൽക്കണം. ഞാൻ ബസ്സിനകത്ത് നിൽക്കുകയാണ്. ബസ് ഏത് റൂട്ടിൽ ബസ്സിലാണ് കൂടുതലും അങ്ങനെ ട്രെൻഡ് കാണണമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ബസ്സിൽ നിന്ന് അതിലൊന്ന് കയറി പറ്റണമെന്നാണ് എൻ്റെ ഒരു എന്താണെന്ന് വയറില്ല. കുറെ റീൽസൊക്കെ ഇട്ട് നോക്കി, ഒന്നും വയറിലാവുള്ള. എങ്ങനെയെങ്കിലും ഇതാകുമ്പോൾ കുറച്ച് സുഖം കിട്ടും, വയറിലാവും എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ പോകുന്നത്. അവരവരേതായ രീതിയിൽ എൻ്റെ പുതിയ രീതിയാണ് ഞാൻ പരീക്ഷിക്കുന്നത്. ഞാൻ ഫേസ് ചെയ്യും. എനിക്ക് വയറിലായാൽ മതി. നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. വയറിലാ മതി. ബസ് ഇപ്പൊ വന്നെ അറിയോ? ഓക്കെ. ഞാൻ അതാണ് ഉദ്ദേശം. എൻ്റെ മെയിൻ ഉദ്ദേശം.